രാഹുലിനെ വെട്ടിയ കേക്കച്ചന് കിട്ടിയ എട്ടിന്റെ പണി. രാഹുലിനെതിരെ ലൈംഗികാപവാദമുണ്ടാക്കി മരമുറിക്കൊള്ളക്കാരന്മാരെ കൊണ്ട് വ്യാജവാർത്ത നൽകി യാതൊരു അന്വേഷണവും നടത്താതെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാജിവെപ്പിച്ചതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, ഗൂഢലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് സകല മാധ്യമങ്ങളും രാഹുലിനെ ക്രൂശിക്കുവാൻ പുറപ്പെട്ടപ്പോൾ ITV ന്യൂസ് മാത്രം രാഹുലിനൊപ്പം നിന്നത്. അത് രാഹുലിനെ ന്യായീകരിക്കുവാനോ വെള്ളപൂശുവാനോ ആയിരുന്നില്ല, മറിച്ച് രാഹുലിന് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു നടക്കുന്നത് രാഹുലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സംഘടിത കൊട്ടേഷൻ ആണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ITV ന്യൂസ് അപ്രകാരം ഒരു സ്റ്റാൻഡ് എടുത്തത്. രാഹുലിന് നീതി ലഭിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് സത്യം ജയിക്കണം എന്നാഗ്രഹിക്കുന്ന ജനലക്ഷങ്ങളുടെ പിന്തുണയോടെ നമ്മൾ മിഷൻ 60 ആരംഭിച്ചത്. ഇന്ന് മിഷൻ 60യുടെ 54-ാം ദിനവും കൂടുതൽ വിശാല ലക്ഷ്യത്തോടെ ഇതിന് കാരണഭൂതനായ കേക്കച്ചനെ മണ്ഡലത്തിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാം ആരംഭിച്ച മിഷൻ 250യുടെ 4-ാം ദിനവുമാണ് ഇന്ന്. എന്തിന് രാഹുലിനെ വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു എന്നതിൻ്റെ വളരെ കൃത്യമായ ഒരു രൂപം ഇപ്പോൾ പ്രേക്ഷകർക്ക് ലഭിക്കുവാൻ പറ്റിയ അവസ്ഥയിലായി കാര്യങ്ങൾ. ITV ന്യൂസ് തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യം, കേക്കച്ചൻ പിണറായിയുടെ തുടർഭരണത്തിന് അവസരമൊരുക്കുവാൻ അച്ചാരം വാങ്ങി നന്നായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. 2016 ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഇല്ലാതാക്കുവാൻ നടത്തിയ ശ്രമങ്ങളും 2021 UDFന് ഭരണസാധ്യത നഷ്ടപ്പെടുത്തുവാൻ കാണിച്ച ആ പണികളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അതുപോലെ 2026 തനിക്ക് എങ്ങനെ പോയാലും മുഖ്യമന്ത്രി കസേര കിട്ടില്ല, അതിന് മറ്റൊരു ക്ലെയിം വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേക്കച്ചൻ പിണറായിയുമായി ഒരു സഖ്യമുണ്ടാക്കിയത്. അപ്രകാരം ചെയ്താൽ തന്നെ കഴിഞ്ഞ 5 തവണ പറവൂരിൽ വിജയിപ്പിച്ചതുപോലെ ഇത്തവണയും LDF വിജയിപ്പിച്ചെടുക്കും. ജയിച്ചാൽ പ്രതിപക്ഷ നേതാവായി സുഖമായി കഴിയാം. പ്രതിപക്ഷ കസേരയ്ക്ക് വേണ്ടി KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഇവിടെ വരില്ല. പിണറായിയുടെ കൊള്ളമുതലിൻ്റെ പങ്കുപറ്റി പറ്റുന്നിടത്ത് കയറി കേക്കും മുറിച്ച് സുഖമായി മനസമാധാനത്തോടെ കഴിയുകയും ചെയ്യാം. നമ്മളിത് പരിശോധിക്കുവാൻ പോകുന്നത് പിണറായി സർക്കാരിൻ്റെ ഭരണകൂട വിരുദ്ധ വികാരം കുറയ്ക്കുവാനായി, തുടർഭരണം ഉറപ്പാക്കുവാനായി ഇടതുപക്ഷ PR ഏജൻസികൾ ആസൂത്രണം ചെയ്ത കേക്കച്ചനെ മുന്നിൽ നിർത്തി നടപ്പിലാക്കിയെടുത്ത ആ ജട്ടി വിപ്ലവത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. കഴിഞ്ഞ 60 ദിവസം ഈ വിഷയം പൊതുമണ്ഡലത്തിൽ ആളിക്കത്തി നിന്ന് പിണറായിയോടുള്ള ആ വെറുപ്പ് കോൺഗ്രസ് പ്രസ്ഥാനത്തോട് മൊത്തത്തിൽ ബാധിച്ചു. പ്രത്യേകിച്ച് കേക്കച്ചൻ മണ്ഡലത്തിൽ നിന്നാൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത വിധം നാറി. കേക്കച്ചൻ്റെ കളിക്കൂട്ടുകാരിയാണ് ആരോപണവുമായി രംഗത്തിറങ്ങിയത് എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. താരകേശൻ്റെ താരകപ്പെണ്ണിൻ്റെ കീറിയ ജെട്ടിയിട്ട് വന്നവൻ, എൻ്റെ ചേട്ടൻ്റെ പറ്റിൽ കട്ടനും പരിപ്പോടയും തിന്നു വയർനിറച്ചവൻ എന്ന ആ പരാമർശം ഇവനൊരു തികഞ്ഞ ആഭാസനും ചതിയനുമാണ് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുവാൻ സഹായിച്ചു. ഇവനെ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിർത്തിയാൽ കോൺഗ്രസ് 8 നിലയിൽ പൊട്ടും എന്ന് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ ജനലക്ഷങ്ങൾ അലമുറയിട്ടു. ഈ അവസരം മുതലാക്കിയ ഒരു കുഴിപ്പുളവനുണ്ട് കോൺഗ്രസിൽ, KC വേണുഗോപാൽ. ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി ചുരുണ്ട രോമമൊക്കെ വലിച്ചുകൊണ്ടിരിക്കുവാനേ സാധിക്കുകയുള്ളൂ. തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പണിയല്ല ഇതെന്ന് നന്നായി അറിയാവുന്ന ആളാണ് KC വേണുഗോപാൽ. എങ്ങനെ കേരളത്തിൽ കളം പിടിക്കാം എന്ന് കരുതി പാമ്പിൻ്റെ ചുറ്റും പത്തയിൽ പിടിക്കുവാൻ കീരി നടക്കുന്നത് പോലെ നടക്കുകയായിരുന്നു ഇതുവരെ KC വേണുഗോപാൽ. രാഹുൽ വിഷയത്തിൽ കേക്കച്ചൻ അമിതാവേശം കാണിച്ച് പണി ഇരന്നു വാങ്ങിയപ്പോൾ ഇതാണ് സുവർണാവസരം എന്ന് കണ്ട് KC കളി ശക്തമാക്കി. ഷാഫിയും രാഹുലും കേക്കച്ചനും ഒരുമിച്ച് നിന്ന് നടത്തിയ സകല നീക്കങ്ങളും വൻപിച്ച വിജയമായിരുന്നു. പാർട്ടിയിൽ വേരില്ലാതെ പാറി നടന്ന കേക്കച്ചന് ഒരു വേരുറപ്പ് നൽകിയത് ഈ യുവനിരയെ കൂടെ നിർത്തിയത് കൊണ്ടായിരുന്നു. അതിൽ പാർട്ടിയിലെ കടൽക്കിഴവന്മാർക്ക് കടുത്ത അമർഷവും ഉണ്ടായിരുന്നു. ഈ സഖ്യം പൊളിഞ്ഞതിൽ ഏറ്റവും സന്തോഷിക്കുന്നതും കോൺഗ്രസിലെ ഈ കടൽക്കിഴവന്മാരാണ്. രാഹുലിനെതിരെ വൈരാഗ്യബുദ്ധിയോടെ എടുത്ത ആ കടുത്ത നടപടിയിൽ ആദ്യം ഷാഫി അകന്നു. ഈ അവസരം മുതലാക്കി KC ഷാഫിയെ ചേർത്ത് നിർത്തി അവർ തമ്മിൽ സഖ്യമായി. പേരാമ്പ്രയിൽ ഷാഫിയെ ആക്രമിച്ചപ്പോൾ കേക്കച്ചനും അരമനക്കൊണ്ടനും ദുബൈയിലേക്ക് കടന്നപ്പോൾ നിശബ്ദത പാലിച്ചപ്പോൾ പേരാമ്പ്രയിൽ പാഞ്ഞെത്തി ശബ്ദമുയർത്തിയത് KC വേണുഗോപാലായിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും സുപ്രധാനമായ പദവി എന്ന് പറയുന്നത്
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയാണ്. ആ പദവിയും കെ സി തൻ്റെ കൈക്കലാക്കി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്ന അബിൻ വർക്കിയെ തഴഞ്ഞ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പിന്നിലായിരുന്ന OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കി നിയമിച്ചു. ജനീഷ് മുമ്പ് ഐ ഗ്രൂപ്പിൻ്റെ വിശ്വസ്തനായിരുന്നു. പിന്നീട് KC വേണുഗോപാലുമായി അടുത്തു. അതോടൊപ്പം ഷാഫിയുമായും നല്ല ബന്ധം പുലർത്തി. അങ്ങനെയാണ് ജനീഷിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് നറുക്കു വീണത്. അബിൻ വർക്കിയെ വെട്ടിയത് രമേശ് ചെന്നിത്തലയോടുള്ള ആ കലിപ്പ് കൊണ്ടാണ്, അദ്ദേഹത്തിനുള്ള അടിയാണ്. രമേശിനോട് കൂറു പുലർത്തുന്ന അബിൻ വർക്കി വന്നാൽ തനിക്ക് നാളെ പണിയാകും, അത് രമേശിന് കരുത്തു പകരും എന്നതുകൊണ്ട് മാത്രമാണ് അബിൻ വർക്കിയെ വെട്ടിയത്. അതുപോലെ KCയുടെ അടുപ്പക്കാരനായ ബിനു ചുള്ളിയിലെയാണ് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടുവന്നത്. ആദ്യമായാണ് ഇപ്രകാരം ഒരു പദവി യൂത്ത് കോൺഗ്രസിൽ കൊണ്ടുവരുന്നത്. ഒരേ ഒരു വർക്കിംഗ് പ്രസിഡന്റാണുള്ളത്, അതും KCയുടെ ഇഷ്ടക്കാരനായ ബിനു ചുള്ളിയിൽ ആയി. അനധികൃത നിയമനമാണ്, പ്രായപരിധി പോലും ലംഘിച്ചു എന്ന ആരോപണമൊക്കെ വന്നിട്ടും അതൊന്നും KC മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും ഒക്കെ KCയോടൊപ്പമാണ്. വനിതാ ഉപാധ്യക്ഷ ആരിത ബാബു KCയോടൊപ്പമാണ്. യൂത്ത് കോൺഗ്രസിനെ KC മൊത്തത്തിൽ അങ്ങെടുത്തു എന്ന് പറയാം. KPCC അധ്യക്ഷന്റെ കാര്യം എടുക്കുക. സണ്ണി ജോസഫിനെ K സുധാകരനെ വെട്ടിക്കൊണ്ടുവച്ചത് KC വേണുഗോപാലാണ്. ഒരു കിണയെ വെച്ചെങ്കിലേ തനിക്ക് കയറി മേയാൻ പറ്റൂ എന്നതുകൊണ്ടാണ് ആദ്യം സുധാകരനെ KC വെട്ടി സണ്ണി ജോസഫിനെ വെച്ചത്. അതുപോലെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യം എടുക്കുക. AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് എന്നിവരെല്ലാം KCയുടെ ഏറ്റവും അടുത്ത ആളുകളാണ്. ഇനി മഹിളാ കോൺഗ്രസിന്റെ കാര്യം എടുക്കുക. അധ്യക്ഷ ജബി മേത്തർ KCക്കൊപ്പമാണ്. KCU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും KCക്കൊപ്പമാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോഴും KC കേരളത്തിൽ കിടന്ന് മെഴുകുന്നതിന് കാരണം പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കുവാൻ പറ്റിയ സമയമാണ് ഇതെന്ന് മനസ്സിലാക്കിയാണ്. കേക്കച്ചനെയും രമേശിനെയും ഒതുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ. കാര്യങ്ങൾ തൻ്റെ കൈപ്പിടിയിലേക്ക് വരുവാൻ KC ആദ്യം ചെയ്തത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ശക്തനായ K സുധാകരനെ എടുത്തു മാറ്റി. സുധാകരൻ ഇരുന്നാൽ ഈ പരിപാടിയൊന്നും നടക്കില്ല, അനുവദിക്കില്ല. ഒരു ഗുണവും മണവുമില്ലാത്ത അരമനക്കെങ്ങിയെ വെച്ചാൽ മെത്രാന്മാരും ഹാപ്പിയാവും, തനിക്ക് കയറി മേയുകയും ചെയ്യാം. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിക്കുന്നത്. പരമാവധി നേതാക്കന്മാരെ തൻ്റെ വരുതിയിലാക്കുവാൻ KC ശ്രമിക്കുന്നതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പാർലമെൻ്ററി പാർട്ടിയാണ്. പാർലമെൻ്ററി പാർട്ടിയിൽ ആർക്കാണ് ഭൂരിപക്ഷം കിട്ടുക, അവർ മുഖ്യമന്ത്രിയാകും. പാർലമെൻ്ററി പാർട്ടിയിൽ അംഗമാകണമെങ്കിൽ ആദ്യം നിയമസഭാംഗമാകണം. നിയമസഭാംഗമാകണമെങ്കിൽ മത്സരിക്കുവാൻ ടിക്കറ്റ് കിട്ടണം. ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഇനി KCയോട് ഐക്യപ്പെടണം, KC കനിയണം. ഇന്നലെ KPCC ഭാരവാഹികളുടെ പുതിയ ലിസ്റ്റ് വന്നപ്പോൾ ശ്രദ്ധിക്കുക, KCക്ക് താല്പര്യമുള്ളവരെ മാത്രമാണ് ആ ഭാരവാഹികളാക്കിയത്. ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് പദവികൾ കിട്ടിയില്ല എന്ന ചോദ്യത്തിന് അബിൻ വർക്കിയുടെ കാര്യം പറഞ്ഞതുപോലെ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ രമേശ് ചെന്നിത്തലയോടൊപ്പമാണ് നിൽക്കുന്നത്. മറുകണ്ഠം ചാടിയാൽ അടുത്ത ലിസ്റ്റിൽ ഉറപ്പാണ് ചാണ്ടി ഉമ്മന് ഒരു പദവി ലഭിക്കും. കഴിഞ്ഞ ദിവസം ചാണ്ടി നടത്തിയ പ്രസ്താവന കേട്ടപ്പോഴേ തോന്നി പണി വരുന്നുണ്ട് എന്ന്. ഇനിയും കേരളത്തിൽ നടക്കുവാൻ പോകുന്നത് A ഗ്രൂപ്പും I ഗ്രൂപ്പും സുധാകരൻ ഗ്രൂപ്പും കേക്കച്ചൻ ഗ്രൂപ്പും ഒന്നിച്ചു നിന്ന് KCക്കിട്ട് പണിയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം KCയുടെ കയ്യിൽ ആയെന്ന് മനസ്സിലാക്കണം. ദേശീയതലത്തിൽ പാർട്ടിയിൽ രണ്ടാമൻ, കർണാടക ലോബിയുടെ വലങ്കൈ, ഫണ്ട് മുഴുവൻ നിയന്ത്രിക്കുന്നത്, കൂടാതെ KPCC വാർ റൂമിന്റെ ചെയർമാനായി കൊണ്ടിരുന്ന ഹർഷകനാഥം KCയുടെ സ്വന്തം ആൾ, കനകോലു KCയുടെ ആൾ, അങ്ങനെ സകലതും KCയുടെ കയ്യിൽ ഭദ്രം. ഉടൻ തന്നെ DCC ഭാരവാഹികളെയും മാറ്റി KCക്ക് അനുകൂലമായവരെ മാത്രം വെക്കും എന്നാണ് വിവരം. അതോടെ എല്ലാം ശുഭം. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് മത്സരിക്കുവാൻ താല്പര്യമുള്ള എല്ലാവരും ഉടൻ KC പക്ഷത്തേക്ക് മറിയും. ഇതിനെല്ലാം കളമൊരുക്കിയത്, കാരണമായത്, വേഗതയേറ്റിയത് കേക്കച്ചൻ രാഹുലിനിട്ട് പണിതത് കൊണ്ട് മാത്രമാണ്. ഷാഫി രാഹുൽ സതീശൻ ഇക്വേഷൻ പൊളിച്ചതാണ്. പലരും പറയുന്നത് കേട്ട് കേക്കച്ചൻ എടുത്തു ചാടി. ഇപ്പോൾ 8ന്റെ പണി കിട്ടിയത് കേക്കച്ചന് മാത്രം. രാഹുലിന് പദവികളില്ലെങ്കിലും ഇന്ന് കേരളത്തിൽ ഏത് മണ്ഡലത്തിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും ജയിക്കുവാൻ സാധ്യതയുള്ള ഏക നേതാവായി മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ കേക്കച്ചനോ മിഷൻ 250യുടെ 4ാം ദിനത്തിൽ കേക്കച്ചന്റെ അവസ്ഥ ഇതാണ്. ഇവൻ മണ്ഡലത്തിൽ തോൽക്കുന്ന ആ ദിനത്തിനായി നാം കാതോർത്തിരിക്കുകയാണ്. ഇവിടെ തമ്മിലടി നടക്കും തോറും
കേസിക്കുള്ള സാധ്യത ഏറും അല്ലെങ്കിൽ പാളും എന്ന് ഞാൻ പറയുന്നതിൽ എല്ലാമുണ്ട്. അപ്പോഴും കേക്കച്ചൻ ഉള്ളിൽ ചിരിക്കുകയാണ്. നീയൊക്കെ മുഖ്യമന്ത്രിയാകുന്നതൊന്ന് കാണണം എന്നും പറഞ്ഞു. കാരണം വളരെ നിശബ്ദമായി പിണറായിക്ക് വേണ്ടി ജട്ടി വിപ്ലവം നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേക്കച്ചൻ. പിണറായിക്ക് തുടർ ഭരണം ഒരുക്കുവാൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.